ഒബേസിറ്റി ആണോ നിങ്ങളുടെ പ്രശ്നം? എത്രയൊക്കെ ശ്രമിച്ചിട്ടും വണ്ണം കുറയ്ക്കാൻ പറ്റുന്നില്ലേ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. എന്താണ് ഒബേസിറ്റി? എങ്ങനെയാണ് ഇത് കുറയ്ക്കേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളാണ് ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് ഇതുമൂലം വരാവുന്നത്? ഇക്കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ. ഞാൻ ഡോക്ടർ എ പ്രിൻസി ഖദീജ ഫാത്തിമ, ഡോക്ടർ ബാസിൽ സോമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്. ഒബേസിറ്റി അഥവാ ചീത്ത കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടിയിട്ട് നമുക്ക് പല അസുഖങ്ങളിലേക്കും നയിക്കുന്ന ഒരവസ്ഥയാണ്. എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് പ്രകാരമാണ്. അതായത് BMI, അതായത് നിങ്ങളുടെ വെയിറ്റ് ഇൻ കിലോഗ്രാംസിലുള്ള നിങ്ങളുടെ വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. സിമ്പിളായി പറഞ്ഞാൽ സപ്പോസ് നിങ്ങളുടെ ഒരു വെയിറ്റ് 163 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അത് മൈനസ് 100 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വെയിറ്റ്, നിങ്ങളുടെ ഐഡിയൽ വെയിറ്റ് കിട്ടും. അതായത് 63 ആയിരിക്കും നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ്. ഓക്കെ, സോ ഈ WHO പ്രകാരം ഈ BMI നമ്മൾ പലതായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് 15 ടു BMI വാല്യൂ 15 to 25 ആണെങ്കിൽ നോർമലായിട്ടും, 25 മുതൽ 30 ഒബിയസ് കാറ്റഗറിയും, ഒബിയസ് ക്ലാസ് 1 കാറ്റഗറിയും, 35 to 40 വരെ ക്ലാസ് 2 കാറ്റഗറിയും, 40ൻ്റെ എബോവ് വരുമ്പോൾ അതിനെ ക്ലാസ് 3 കാറ്റഗറിയിലേക്കുമാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതായത് ക്ലാസ് 3 എന്ന് പറയുമ്പോൾ നമ്മൾ പൊണ്ണത്തടി എന്നൊക്കെ പറയില്ലേ, ആ ഒരു കാറ്റഗറിയിലാണ് ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പല കോംപ്ലിക്കേഷൻസാണ് ഈ പൊണ്ണത്തടി കാരണങ്ങൾ കൊണ്ടുവരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഷുഗർ, കൊളസ്ട്രോൾ, BP, PCOD. പലവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പല പേഷ്യൻസും ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഡോക്ടറെ എനിക്ക് PCOD കാരണമാണ് തടി വെക്കുന്നതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ നേരെ മറിച്ച് ഇത് നേരെ തിരിച്ചാണ്. PCOD കാരണമല്ല തടി വെക്കുന്നത്, തടി കൂടിയത് കാരണം കൊണ്ടാണ് PCOD ഡെവലപ്പ് ചെയ്യാൻ കാരണമാണ്. കാരണം അവരുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ പ്രശ്നം ഉണ്ടായിട്ടാണ് പിന്നെ PCOD ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതേപോലെ തന്നെ തൈറോയിഡ് പോലത്തെ പ്രശ്നങ്ങൾ, ഇങ്ങനെ തുടങ്ങി പല പ്രശ്നങ്ങൾ ഇത് കാരണം കൊണ്ടുവരുന്നുണ്ട്. അതിൽ വേറെ ഒന്നാണ് നമ്മുടെ വെയിറ്റ് ബിയറിങ് ബോൺസ് ആയിട്ടുള്ള മുട്ടുവേദന, ബോൺസിലേക്ക് ഓവർ വെയിറ്റ് വരുമ്പോൾ അവിടെ മുട്ടുവേദന, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ വേറെയും. ഇനി ഇതെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം? ഇതിലേറ്റവും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാവുന്ന ഒരു ഡയറ്റ് പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ആണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു 16 hour ഫാസ്റ്റിംഗ് ചെയ്തിട്ട് ബാക്കിയുള്ള ടൈം നമുക്ക് ഫുഡ് കഴിക്കുക, 8 hours ഫുഡ് കഴിക്കുക എന്നുള്ള ലെവൽ. അപ്പോൾ പ്രധാനമായിട്ടും ഏറ്റവും നല്ലത് നിങ്ങൾ രാത്രി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു 7 അല്ലെങ്കിൽ ഒരു 8 ഉള്ളിൽ മാക്സിമം നിങ്ങൾ ഫുഡ് കഴിച്ചിരിക്കണം. ഓക്കെ, അതാണ് പ്രധാനപ്പെട്ട് പറഞ്ഞത്. അത് കഴിഞ്ഞാൽ പിന്നെ ഫുഡോ കാര്യങ്ങളോ ഒന്നുമില്ല, വെള്ളം കുടിക്കാം. പിന്നെ നെക്സ്റ്റ് ഡേ 12 മണി, അതായത് 8 മണിക്കാണ് നിങ്ങൾ ഫുഡ് കഴിക്കുന്നതെങ്കിൽ നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് 12 മണിക്കാണ് നെക്സ്റ്റ് ഡേ നമ്മൾ ഫുഡ് എടുക്കുന്നത്. സോ ഇങ്ങനെയാണ് അങ്ങനെ പോവാം. ഇതിൽ ഏറ്റവും ഒബേസിറ്റിയിൽ തന്നെ അല്ലെങ്കിൽ പല അസുഖത്തിലും പ്രധാനപ്പെട്ട ഒരു വില്ലൻ എന്ന് പറഞ്ഞാൽ ഷുഗർ തന്നെയാണ്, അല്ലെങ്കിൽ പഞ്ചസാര എന്ന് മാത്രമല്ല ഷുഗർ ഏത് ഫോമിലാണെങ്കിലും അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഈ ഷുഗർ അവോയ്ഡ്, മധുര പലഹാരങ്ങൾ എന്തും ആയിക്കോട്ടെ, മധുര പലഹാരങ്ങൾ മാത്രമല്ല, അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഷുഗർ കണ്ടൻറ്റ് വരുന്നത് കാർബോഹൈഡ്രേറ്റ്സ്, അതായത് അരി ഭക്ഷണങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിരിക്കുന്ന ഫുഡും കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ഇനി ചോറൊക്കെ നമുക്ക് ഒരു നേരമെങ്കിലും കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മുടെ കൈയിൻ അളവിൻ്റെ ആ ഒരു ലെവലിൽ വേണം ഫുഡ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് നമുക്ക് എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, സോ അങ്ങനെ വേണമെങ്കിൽ കുറച്ച് കൊണ്ടുവരാം. പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ മാക്സിമം കൂടുതലായിട്ട് കഴിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ഒരു വേ ഓഫ് ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനെ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ നല്ല രീതിയിൽ വെയിറ്റ് കുറയും. കൂടാതെ തന്നെ PCOD പോലുള്ള അസുഖങ്ങളൊക്കെ നന്നായി കൺട്രോൾഡ് ആവുകയും മാറാനും വരെ ഫസ്റ്റ് സ്റ്റേജൊക്കെ ആണെങ്കിൽ ഇത് മാത്രം മതി, പ്രോപ്പറായിട്ട് ഇതായി കഴിഞ്ഞാൽ തന്നെ അത് മാറിപ്പോവാൻ. നിങ്ങളുടെ ശരീരപ്രകൃതി അനുസരിച്ചിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസോടുകൂടി തന്നെ നിങ്ങൾ ഡയറ്റ് ഫോളോ ചെയ്യുക. കുറേ വീഡിയോസ് കണ്ട് അല്ലെങ്കിൽ കുറേ എല്ലാവരും പറയുന്നത് കണ്ടിട്ട് അതെല്ലാം ട്രൈ ചെയ്യുക എന്നിട്ട് കുറയുന്നില്ല എന്നുള്ളതല്ല. പിന്നെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സസൈസ് മസ്റ്റാണ്. അത് എന്തായാലും നിർബന്ധമായും ഒരു 40 minutes എങ്കിലും ഡെയിലി വർക്കൗട്ട് ചെയ്തിരിക്കണം. സോ ഇപ്പോൾ ഒരു ഷുഗറുള്ള ഒരു പേഷ്യൻ്റ് കുറേ നടക്കുക അങ്ങനെയല്ല,
ഫുൾ ബോഡി വർക്കൗട്ട്, അതായത് നിങ്ങളുടെ ശരീരം മൊത്തം സ്വെറ്റ് ആവുന്ന രീതിയിൽ ഒരു 30 to 40 മിനിറ്റ്സ് എങ്കിലും ഡെയിലി വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ വെള്ളം, ഹൈഡ്രേഷൻ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ ബോഡി വെയിറ്റ്, ഇപ്പോൾ സപ്പോസ് നിങ്ങളുടെ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് 60 കിലോ ആണ്. ഓക്കെ, സോ നിങ്ങളുടെ ബോഡി വെയിറ്റ് എങ്ങനെ വെള്ളം എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 കിലോക്ക് 1 ലിറ്റർ വെള്ളം എന്നുള്ള ലെവലിൽ വേണം നിങ്ങൾ വെള്ളം കുടിക്കാൻ. ഓക്കെ, അതെങ്ങനെ കുടിക്കണം? അത് പ്രോപ്പറായിട്ടുള്ള വേയിൽ തന്നെ കുടിക്കുക, അതായത് ഇരുന്നിട്ട് കുടിക്കുക. അതേപോലെ തന്നെ സിപ്പായിട്ട് ഓരോ കവിളുകളായിട്ട് എടുത്ത് കുടിക്കുക. അത് കഴിഞ്ഞ് ഓരോ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങനെ വെള്ളം കുടിക്കുക. ആ ഒരു ടൈം ഫിക്സ് ആയി വെച്ച് പ്രോപ്പറായിട്ടുള്ളൊരു വെള്ളം അങ്ങനെ തന്നെ രീതിയിൽ തന്നെ കുടിക്കുമ്പോൾ തന്നെ ഇത് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ഡൈജഷനും ഇതിനെല്ലാം പ്രോപ്പറായിട്ട് നടക്കുകയും അത് നല്ലൊരു ചേഞ്ച് തന്നെ ആയിരിക്കും കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞു, നമ്മുടെ വില്ലനായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു, ഷുഗറിൻ്റെ കാര്യം പറഞ്ഞു. ഈ ഷുഗർ നിർത്തിയാൽ തന്നെ ഈ പറഞ്ഞ ഒരു നോർമലി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 15ഓളം ഡിസീസസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ തന്നെ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പല ആൾക്കാരും ചോദിച്ചു എനിക്ക് ഡോക്ടറെ എനിക്ക് എന്നും പറ്റും, പക്ഷെ മധുരം ഇടാതെ ഒരു ചായ എനിക്ക് കുടിക്കാതെ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞാൽ ഒരു 15 days ഈ ഷുഗർ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങളുടെ ഫേസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ആ ഒരു അട്രാക്ഷൻ കാരണം തന്നെ നിങ്ങൾ പിന്നെ ആ മധുരം ഉപയോഗിക്കാതിരിക്കും. കാരണം അത്രയും ചേഞ്ചാണ് നിങ്ങളുടെ സ്കിന്നിലായാലും മറ്റേ കഴുത്തിന് പുറകെയുള്ള കറുപ്പ് പോകാനാണെങ്കിലും അല്ലെങ്കിൽ ഷുഗർ, കൊളസ്ട്രോൾ, ഇതിനെല്ലാത്തിലും പല കാര്യങ്ങൾ. അതിനും അപ്പുറം നന്നായിട്ട് ഉറങ്ങാൻ പറ്റും, അതായത് സ്ട്രെസ്സ് കമ്മിയായി നന്നായിട്ടുള്ള ഒരു സ്ലീപ്പ് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിനെ കൂടെ നമുക്ക് ഗ്രീൻ ടീ കുടിക്കാവുന്നതാണ്. ഗ്രീൻ ടീ നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. സോ നിങ്ങൾക്ക് ഗ്രീൻ ടീ കുടിക്കാം. പിന്നെ എക്സസൈസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യമായിരുന്നു. എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഒരു 15 minutes മുന്നായിട്ട് ഒന്നെങ്കിൽ എന്ത് കഴിക്കുക, ഒരു കോഫിയോ അല്ലെങ്കിൽ ലൈക്ക് കുറുക്കുമീൻ കോഫി പോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ സാധാ കോഫിയാണെങ്കിൽ കോഫി വിത്തൗട്ട് ഷുഗർ. അതേപോലെ തന്നെ ഗ്രീൻ ടീ ആഡ് ചെയ്യാം. ഇങ്ങനെ ആഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ. അല്ലാതെ പോയിട്ട് ഞാൻ കുറേ പട്ടിണി കടന്നിട്ട് വർക്കൗട്ട് ചെയ്യുക അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുക എന്നുള്ളതല്ല. പ്രോപ്പർ ടൈമിങ്ങിന് ഒരു ടൈം ഫിക്സ് ചെയ്ത് അതേ സമയം തന്നെ പ്രോപ്പറായിട്ട് കൃത്യസമയത്ത് ഫുഡ് കഴിക്കുക, വെള്ളം കുടിക്കുക, അങ്ങനെ ഒരു ടൈം ടേബിൾ പ്രകാരം തന്നെ പോവുക. ഇനി രാത്രി നിങ്ങൾക്ക് പറ്റിയൊരു ബെസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ പറയാം. ഇതിൽ തന്നെ രാത്രി മാക്സിമം പലവരും ഡയറ്റ് ചെയ്യുമ്പോൾ ചോറ് മാറ്റിയിട്ട് ചപ്പാത്തി അങ്ങനത്തെ ഒക്കെ ആയിരിക്കും ഉണ്ടാക്കുക. ഇതിൽ പ്രത്യേകിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം ഒരു കാർബോഹൈഡ്രേറ്റിൽ ഒരു 80% ആണ് ഷുഗർ കണ്ടൻറ്റ് വരുന്നെങ്കിൽ ചപ്പാത്തി കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിലൊരു 75-70% ഷുഗർ കണ്ടൻറ്റ് ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്തിട്ട് മാക്സിമം രാത്രി ഒരു സിമ്പിളായിട്ടൊരു സലാഡ് പോലെ പറഞ്ഞുതരാം. അതിൽ രാത്രി നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ്സ് ഉണ്ടല്ലോ, ഫ്ലാക്സ് സീഡ്സ് ജസ്റ്റ് വെള്ളത്തിൽ കലക്കിയിട്ട് പൊടിച്ചിട്ട് വിത്തിൻ 15 minutes ഒരു വെള്ളത്തിൽ കലക്കിയിട്ട് ചെറിയൊരു ഉപ്പോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ലൈറ്റായിട്ട് ഉപ്പ് അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് രാത്രി കിടക്കാൻ നേരത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് വലിയൊരു പല അസുഖങ്ങൾക്കും ഇതൊരു നല്ലൊരു റെമഡി ആയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. കാരണം നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, എല്ലാം ആണ്. അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവറിനൊക്കെ ഇത് നല്ലൊരു ചേഞ്ചാണ് ഫാറ്റി ലിവറിലൊക്കെ കൊണ്ടുവരിക ഈ ഫ്ലാക്സ് സീഡ്സ്. അതേപോലെ തന്നെ PCOD ഉള്ളവർക്ക് നല്ല യൂസ്ഫുള്ളാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. ഇതിന് പുറമെ ഫുഡ് എന്ന് പറയുന്നത് നൈറ്റ് ഒരു 7 മണിയൊക്കെ ആവുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം നമ്മുടെ ഈ വീട്ടിലെന്താണ് ഉച്ചയ്ക്ക് വെക്കുക ഫുഡ് മീൻസ് ഉപ്പേരികളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മുടെ ബീൻസ് ഉപ്പേരി അല്ലെങ്കിൽ പയർ ഉപ്പേരി, ഇങ്ങനത്തെ കാര്യങ്ങൾ 1 സ്പൂൺ ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ ഈ ലൈക്ക് മഞ്ഞളും ഉപ്പും ഇച്ചിരി കുരുമുളകും ഇട്ട് വേവിച്ച ചിക്കൻ ഉണ്ടെങ്കിൽ അതിൻ്റെ 2 പീസ് ഇതിലേക്ക് സ്ലൈസ് ചെയ്തിട്ട് ഈ ബൗളിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം വേണമെങ്കിൽ അതിലേക്ക് ഒരു ഒലിവ് ഓയിലോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യാം. അതിനുശേഷം ഒരു മുട്ട, ഒലിവ് ഓയിൽ എന്തെങ്കിലും പൊരിച്ചൊരു മുട്ടയും കൂടി ആഡ് ചെയ്തിട്ട് ഒരു സലാഡ് രൂപത്തിൽ ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് നൈറ്റ്. ഇതിൽ തന്നെ ഒരു വലിയൊരു ചേഞ്ചസ് വരുന്നുണ്ട്. പിന്നെ നമുക്കതിൽ പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്, ഇപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഇതൊന്നും പറ്റുന്നില്ല എന്ന് ഉച്ചയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ് കമ്മിയായിട്ട് പ്രോട്ടീൻ്റെ അളവ് കൂട്ടാൻ ശ്രമിക്കുക. പ്രോട്ടീൻ ഏത് ഫോമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. നിങ്ങളുടെ വെയിറ്റിനനുസരിച്ചിട്ടുള്ള പ്രോട്ടീൻ്റെ അളവ് എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ആയിട്ട് ഒരു മുട്ട, ഒരു 15 മിനിറ്റ് മുന്നേ ഒരു മുട്ട കഴിക്കാം.
ഉച്ചനേരത്ത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഓൾറെഡി നിങ്ങളുടെ വിശപ്പ് നമ്മുടെ ശരീരത്ത് പ്രധാനമായിട്ടും പറയുമ്പോൾ 2 ഹോർമോൺസ് നിർമ്മിക്കുന്നുണ്ട്. അതായത് ഈ ഒബേസിറ്റി അല്ല, ഭക്ഷണത്തിന് നമുക്ക് വിശപ്പ് ഉണ്ടാക്കുന്നതും വിശപ്പ് മതി, എനിക്ക് ഫുഡ് ഇത്ര മതി എന്ന് പറയാനുമായിട്ട് 2 ഹോർമോൺസ് ഉണ്ടാക്കുന്നുണ്ട്. അതിൽ സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഗ്രലിൻ എന്ന് പറയുന്ന ഹോർമോൺ. ഇതാണ് നമുക്ക് വിശപ്പ് തോന്നിപ്പിക്കുന്ന ഒരു ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത് പറഞ്ഞാൽ ലെപ്റ്റിൻ. ലെപ്റ്റിൻ എന്ന് പറയുമ്പോൾ നമുക്ക് എനിക്ക് മതി, എൻ്റെ വയറ് നിറഞ്ഞു എന്ന് തോന്നിപ്പിക്കുന്ന ഹോർമോണാണ് ലെപ്റ്റിൻ. സോ നമ്മൾ ഈ ഗ്രലിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കുറയ്ക്കണം അല്ലേ, ഇല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് കഴിക്കും. സോ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഒരു 15 മിനിറ്റ് മുന്നേ ആയിട്ട് ഒരു മുട്ട കഴിക്കാം. അത് കഴിഞ്ഞൊരു 10 മിനിറ്റ് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഒരു ഗ്ലാസ് ല്യൂക്ക് വാം വാട്ടർ കുടിക്കുക. അതിന് ശേഷം ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങളുടെ വയറ് അവിടെ തന്നെ ഈ ഗ്രലിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും അവിടെ തന്നെ നിങ്ങളുടെ സ്റ്റൊമക്ക് ഓൾമോസ്റ്റ് ഫില്ലാവുകയും ചെയ്യും. ഇതും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണ്. ഇനി ഫാറ്റ് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ആവശ്യം തന്നെയാണ് അല്ലേ. അപ്പോൾ നല്ല ഫാറ്റും ഉണ്ട്, ചീത്ത ഫാറ്റും ഉണ്ട്. സോ ഈ നല്ല ഫാറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ പലവരും പേടിക്കുമ്പോൾ എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് തടി കുറയ്ക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ എങ്ങനെ ഒരു പലഹാരം നമ്മളൊരു കുക്കിംഗ് ചെയ്യുമ്പോൾ തീരെ ഓയിലില്ലാതെ എങ്ങനെ കുക്ക് ചെയ്യുക, ഇങ്ങനെയൊക്കെ പലർക്കും പല ടെൻഷൻസാണ്. ഇതിൽ നല്ല കൊളസ്ട്രോളും ഉണ്ട്, അതേപോലെ തന്നെ അല്ലെങ്കിൽ നല്ല ഫാറ്റും ഉണ്ട്, ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാക്കണം. ഈ ചീത്ത കൊളസ്ട്രോൾ നമ്മൾ പറഞ്ഞതാണ് ഈ ഷുഗർ. ഓക്കെ, പിന്നെ റിഫൈൻഡ് ഓയിൽസ്, അതായത് സൺഫ്ലവർ ഓയിൽ, പാം ഓയിൽ തുടങ്ങിയ ഓയിൽസൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇന്നും നമ്മുടെ നാട്ടിലെ ഏറ്റവും രസകരമായി കണ്ടുവരുന്ന പല രോഗികളും കണ്ടുവരുന്ന ഒരു കോമഡിയാണ്, അവർക്ക് കോക്കനട്ട് ഓയിൽ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതും പാം ഓയിൽ നല്ലതുമാണ്, അത് പ്രശ്നക്കാരനല്ല എന്ന് പറയുന്ന ആൾക്കാർ ഇഷ്ടം പോലെയാണ്. വേറെ ഒന്നുമല്ല, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പാം ഓയിൽ നമുക്ക് ചീപ്പ് റേറ്റിന് കിട്ടുന്നത് കൊണ്ട് തന്നെ ആൾക്കാർ പാം ഓയിലാണ് കൂടുതൽ ഉപയോഗിക്കുക. പക്ഷേ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഓയിൽ തന്നെയാണ് പാം ഓയിൽ. കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. നേരെ മറിച്ച് കോക്കനട്ട്, കാച്ചിയ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നല്ല ഒരു ഗുഡ് കൊളസ്ട്രോളാണ് വരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഇതാക്കാം. ഇപ്പോൾ നിങ്ങൾ സൺഫ്ലവർ ഓയിലിൽ മുട്ട പൊരിക്കണോ അല്ലെങ്കിൽ സാധാ ഓയിലിൽ മുട്ട പൊരിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ബട്ടർ ഉപയോഗിച്ചിട്ട് മുട്ട പൊരിക്കാം, നെയ്യ് ഉപയോഗിച്ചിട്ട് മുട്ട പൊരിക്കാം. സോ ഇതൊക്കെ ഗുഡ് കൊളസ്ട്രോളിൽ വരുന്ന കാറ്റഗറിയിലാണ്. പിന്നെ ഒലിവ് ഓയിൽസ് നല്ലൊരു ഇതാണ്, ഒലിവ് ഓയിൽസ് ഉപയോഗിക്കാം. ഓക്കെ, ഇത്തരത്തിലുള്ള എണ്ണകളൊക്കെ നിങ്ങൾക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഡെയിലി omega-3 ക്യാപ്സ്യൂളോ അല്ലെങ്കിൽ ഫിഷ് ആണെങ്കിൽ നല്ല ഫിഷ് omega-3 കണ്ടൻറ്റ് കൂടിയ ചെറിയ മീനുകളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ നന്നായിട്ട് വൈറ്റമിൻസും മിനറൽസും ഇപ്പോൾ പറഞ്ഞു, നമ്മളൊരു നൈറ്റ് ഒരു മുട്ട ഡെയിലി ഒരു മുട്ട കഴിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ വൈറ്റമിൻസും മിനറൽസും എക്സെപ്റ്റ് വൈറ്റമിൻ സി ഒഴിച്ചിട്ടുള്ള ബാക്കി എല്ലാ വൈറ്റമിൻസും മിനറൽസും നിങ്ങളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ആ ഒരു മുട്ടയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ മുട്ട കഴിക്കാത്തവരാണെങ്കിൽ വെജിറ്റേറിയൻസ് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് മുട്ട തീരെ കഴിക്കില്ല എന്നുണ്ടെങ്കിൽ മഷ്റൂം കഴിക്കാം. ഓക്കെ, സോ ഇതിലും ആസ് മുട്ടൻ്റെ തന്നെ മുട്ടയിൽ അടങ്ങിയിരിക്കുന്നത് പോലെ തന്നെ ഈക്വൽ എമൗണ്ടിലുള്ള വൈറ്റമിൻസ്, അമിനോ ആസിഡ്സ് എല്ലാം തന്നെ ഈ മഷ്റൂംസിലും അടങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെയും ഫോളോ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞു. പ്രോപ്പർ എക്സസൈസ്, പറഞ്ഞ ഡയറ്റ്, പിന്നെ നിങ്ങൾക്കൊരു സലാഡിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞു തന്നു. പിന്നെ വെള്ളം നന്നായിട്ട് കുടിക്കുക, ന്യൂട്രീഷ്യസ് ഫുഡ് കഴിക്കുക, അതേപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങുക. ഓക്കെ, ഇത്രയാണ് നമ്മളിതിൽ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. ഇനി ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് പറ്റിയിട്ടില്ലെങ്കിൽ ഹോമിയോപ്പതിയിൽ നല്ലൊരു വെയിറ്റ് ലോസിന് വേണ്ടിയുള്ള നല്ല മെഡിസിൻസും കാര്യങ്ങളെല്ലാം നമുക്കുണ്ട്. കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾക്കും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.